മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വയോധികർക്ക് നൽകുന്നതിനായി എത്തിച്ച കട്ടിലുകൾ ഗുണനിലവാരമില്ലാത്തതിനെ തുടർന്ന് വിതരണം വേണ്ടെന്ന് വെച്ചു. തിരികെ കൊണ്ടുപോകാൻ കരാർ ഏറ്റെടുത്തിരുന്ന സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് തയ്യാറാകാതെ വന്നതോടെ പഞ്ചായത്ത് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കട്ടിലുകൾ പഞ്ചായത്തിന് ബാധ്യതയായി മാറുകയാണ്. ഇവ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കുതിർന്നു കിടക്കുകയാണ്. മാങ്കുളം പഞ്ചായത്ത് വയോധികർക്ക് നൽകുന്നതിനായി എത്തിച്ച കട്ടിലുകൾ ഗുണനിലവാരമില്ലാത്തതിനെ തുടർന്ന് വിതരണം വേണ്ടെന്ന് വെച്ചു. തിരികെ കൊണ്ടുപോകാൻ കരാർ ഏറ്റെടുത്തിരുന്ന സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് തയ്യാറാകാതെ വന്നതോടെ പഞ്ചായത്ത് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കട്ടിലുകൾ പഞ്ചായത്തിന് ബാധ്യതയായി മാറുകയാണ്. ഇവ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കുതിർന്നു കിടക്കുകയാണ്. 125 വയോധികർക്കാണ് കട്ടിൽ വിതരണത്തിന് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയത്. 4.5 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വകയിരുത്തിയിരുന്നത്. വയോധികർക്ക് ഉപകാരപ്പെടേണ്ട പദ്ധതിയാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി മാറിയതെന്നും മാങ്കുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് പറഞ്ഞു. ഒരു ഗുണനിലവാരവും ഇല്ലാത്ത ആ കട്ടിലുകൾ വിതരണം ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിനകം പരാതി നൽകി കഴിഞ്ഞു. മാങ്കുളത്തെ വയോജനങ്ങളായ ആളുകൾക്ക് ആ കട്ടിലുകൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ഏതാനും ദിവസങ്ങൾക്കകം അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലുള്ള തടി ഉപയോഗിച്ചിട്ടാണ് ആ കട്ടിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ ആ കട്ടിലുകൾ ഇവിടുത്തെ വയോജനങ്ങൾക്ക് വിതരണം ചെയ്യാതെ നല്ല ഗുണമേന്മയുള്ള കട്ടിലുകൾ കൊണ്ടുവന്ന് അവർക്ക് വിതരണം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. തുടർന്ന് ഇരാറ്റുപേട്ടയിലെ സ്ഥാപനം കൊട്ടേഷൻ സമയത്ത് എത്തിച്ച സാമ്പിൾ കട്ടിൽ ഗുണമേന്മയുള്ളതായി കണ്ടെത്തി. തുടർന്ന് ഈ കമ്പനിക്ക് കരാർ ഉറപ്പിച്ചു നൽകുകയും കഴിഞ്ഞ മാർച്ച് 20 മുമ്പായി കട്ടിലുകൾ എത്തിച്ചു നൽകണമെന്ന് അധികൃതരും ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യപ്പെട്ട സമയത്ത് കട്ടിലുകൾ എത്തിച്ചു നൽകാൻ സ്ഥാപന ഉടമ തയ്യാറായില്ല. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് എത്തിച്ചു നൽകിയെങ്കിലും കട്ടിലുകൾ ഗുണനിലവാരം ഇല്ലാത്തതാണെന്നും കണ്ടെത്തി. ഇതോടെ വിതരണം വേണ്ടെന്ന് വയ്ക്കുകയും കട്ടിലുകൾ തിരികെ കൊണ്ടുപോകുവാൻ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ ഇതുവരെ കട്ടിലുകൾ കൊണ്ടുപോകാൻ സ്ഥാപന ഉടമ കൂട്ടാക്കിയിട്ടില്ല. ഇതോടെ കട്ടിലുകൾ പഞ്ചായത്തിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.